നമസ്കാരം. ലേറ്റ് എഡിഷനിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ ഗോകുൽ രവി. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മലപ്പുറം തിരൂരങ്ങാടി കൊളപ്പുറത്ത് KSRTC ബസ് ലോറിയിലിടിച്ച അപകടം. നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. ബസ് അമിത വേഗത്തിലായിരുന്നുവെന്ന് യാത്രക്കാർ ആരോപിച്ചു. ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. ഗോകുൽ, ഈ ആരുടെയും പരിക്ക് ഗുരുതരമാണോ? ഗോകുൽ, രാത്രി 8 മണിയോടെയായിരുന്നു അപകടം നടന്നത്. കോഴിക്കോട് നിന്നും പൊൻകുന്നത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സാണ് കുളപ്പുറത്ത് വെച്ച് ലോറിയുമായി കൂട്ടിയിടിച്ചത്. ഈ KSRTCയുടെ മുൻഭാഗം ലോറിയുടെ സെൻട്രൽ നടുഭാഗത്തേക്ക് കയറുകയായിരുന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. ബസ്സിൽ ഫുൾ സീറ്റ് ആളായിരുന്നു. 60ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നു എന്നാണ് ഡ്രൈവർ പറയുന്നത്. 15-അധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റ ചിലരെ MKH ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ചില ആളുകളുടെ പരിക്ക് സാരമാണ് എന്നറിയുന്നു. അത്തരത്തിൽ സാരമായി പരിക്കുള്ള ആളുകളെ കോട്ടക്കൽ മിംസ് ആശുപത്രിയിലും കൊണ്ടുപോയതായിട്ടാണ് വിവരം. ബസ് അമിത വേഗതയിലാണ് എന്നാണ് യാത്രക്കാർ പറയുന്നത്. ഗൂഗിൾ ശരി, മലപ്പുറം കൊളപ്പുറത്ത് വെച്ചാണ് KSRTC ബസ് ലോറിയുടെ പിന്നിലേക്ക് ഇടിച്ചു കയറിയത്. യാത്രക്കാർക്ക് പരിക്കുണ്ട്. ചിലരുടെ പരിക്ക് സാരമുള്ളതാണ്. അവരെ കോട്ടക്കലിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് ഗോകുൽ കെ വേണുഗോപാൽ നൽകിയ വിവരം. ടെലിവിഷൻ റേറ്റിംഗുകളിൽ ജീവനക്കാരൻ കൃത്രിമം കാണിച്ചുവെന്ന 24 വാർത്തയിൽ ഇടപെട്ട് ബാർക്ക് ഇന്ത്യ. സ്വതന്ത്ര ഏജൻസിയുടെ അന്വേഷണം പ്രഖ്യാപിച്ച് വാർത്താക്കുറിപ്പിറക്കി. ഫോറൻസിക് ഓഡിറ്റിനായി ഏജൻസിയെ നിയമിച്ചെന്ന് ബാർക്ക് അറിയിച്ചു. അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും റേറ്റിംഗ് ഏജൻസി നിർദ്ദേശിച്ചു. ബാർക്ക് ഡാറ്റ അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു ചാനലുടമയുടെ അക്കൗണ്ടിൽ നിന്നും ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥിന്റെ വാലറ്റിലേക്ക് കോടികളെത്തിയെന്ന 24 വാർത്തയിലാണ് ബാർക്ക് ഇന്ത്യയുടെ നടപടി. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതായും വിഷയം അടിയന്തരമായും സുതാര്യതയോടെയും കൃത്യമായ ജാഗ്രതയോടെയും കൈകാര്യം ചെയ്യുമെന്നും ബാർക്ക് ഇന്ത്യ അറിയിച്ചു. വിഷയത്തിൽ സമഗ്രമായ ഫോറൻസിക് ഓഡിറ്റിന് ബാർക്ക് ഇന്ത്യ ഉത്തരവിട്ടു. ഫോറൻസിക് ഓഡിറ്റ് നടത്തുന്നതിന് സ്വതന്ത്ര ഏജൻസിയെ നിയോഗിച്ചതായും ബാർക്ക് ഇന്ത്യ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ഓഡിറ്റ് പൂർത്തിയാകുന്നതുവരെ ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്ന് റേറ്റിംഗ് ഏജൻസി നിർദ്ദേശിച്ചു. തൽപര കക്ഷികളോട് സത്യസന്ധതയുടെയും ഉത്തരവാദിത്വത്തിന്റെയും മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ബാർക്ക് ഇന്ത്യ അറിയിച്ചു. 24 ഡൽഹി. ലൈംഗിക പീഡന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ FIR-ൽ ഗുരുതര പരാമർശങ്ങൾ. നഗ്നദൃശ്യം പകർത്തി അതിജീവിതയെ ഭീഷണിപ്പെടുത്തി തുടർച്ചയായി പീഡിപ്പിച്ചു. ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും പീഡനം തുടർന്നു. ഗർഭഛിദ്ര മരുന്ന് നിർബന്ധപൂർവ്വം നൽകി. മജിസ്ട്രേറ്റ് മുൻപാകെ അതിജീവിത രഹസ്യമൊഴി നൽകിയിട്ടുണ്ട്. രാഹുലിന്റെ സുഹൃത്ത് ജോബി ജോസഫ് കേസിൽ 2ാം പ്രതി. അതിജീവിത അനുഭവിച്ച ക്രൂരപീഡനങ്ങൾ തീയതി ഉൾപ്പെടെ വിവരിച്ച് വ്യക്തമായിട്ടാണ് പോലീസ് FIR തയ്യാറാക്കിയത്. 2025 മാർച്ച് 4 തൃക്കണ്ണാപുരത്തെ അതിജീവിതയുടെ ഫ്ളാറ്റിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ദേഹോപദ്രവം ഏൽപ്പിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മാർച്ച് 17 ഭീഷണിപ്പെടുത്തി അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തി. ബന്ധം പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്ന് തുടർച്ചയായ ഭീഷണി. അതിജീവിത ഗർഭിണിയാണെന്നറിഞ്ഞിട്ടും നിരന്തര പീഡനം തുടർന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൂടാതെ സുഹൃത്തും അടൂർ സ്വദേശിയുമായ ജോബി ജോസഫിനെയും പ്രതി ചേർത്തിരുന്നു. 2025 മെയ് 30 തിരുവനന്തപുരം കൈമനത്ത് വെച്ച് കാറിൽ കയറ്റി പെൺകുട്ടിക്ക് ഗർഭം അലസിപ്പിക്കാൻ ഗുളിക നൽകിയത് ജോബി ജോസഫ് എന്ന് FIR-ലെ കണ്ടെത്തൽ. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചാണ് നെയ്യാറ്റിൻകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗിക പീഡന പരാതി അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചു. ACP VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. DCP ദീപക് ദിൻകറിന് മേൽനോട്ട ചുമതലയും. വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. അതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു. ഇന്നലെ വൈകിട്ട് 5:45 വരെ പാലക്കാട് നഗരമേഖലയിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയെന്നതിൽ വ്യക്തതയില്ല. ഇന്ന് രാവിലെ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നെങ്കിലും പ്രതികരണമില്ല. ഇതിനിടെ ഇന്ന് രാവിലെ പാലക്കാട്ട് രാഹുലിന്റെ MLA ഓഫീസ് തുറന്നു. സാധാരണ ഓഫീസ് വൈകിട്ട് 5 മണിക്ക് അടയ്ക്കും, രാവിലെ 9:30 തുറക്കുകയും ചെയ്യുന്ന രീതി തുടർന്ന് വരുന്നുണ്ട്. ഇല്ല, കിട്ടിയിട്ടില്ല ഫോണിൽ. ഇന്നലെ ഉച്ചയ്ക്ക് ഞങ്ങൾ 12 മണിക്ക് ഞങ്ങൾ ഒരുമിച്ച് കണ്ടിരുന്നു. പിന്നെ അതിനുശേഷം കണ്ടിട്ടില്ല. ഫോണിൽ പിന്നെ ഓഫാണെന്ന് മാധ്യമങ്ങളോട് അറിയിച്ചു ചെയ്ത് പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. പ്രതിയായ രാഹുൽ വിദേശത്തേക്ക് കടക്കാതിരിക്കാനാണ് പോലീസിന് ലുക്കൌട്ട് നോട്ടീസ്. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ രാഹുലിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി. പോലീസ് അറസ്റ്റ് നീക്കം നടത്തുന്നതിനിടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചു. പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നതെന്നും രാഹുൽ ഹർജിയിൽ പറയുന്നു. തനിക്കെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമെന്നും രാഹുലിന്റെ വാദം. കേസിന്റെ വിവരങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ അടുത്ത നടപടി സ്വീകരിക്കും.
വകുപ്പുകളൊക്കെ അറിഞ്ഞു. പക്ഷേ എവിടെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചിട്ടില്ല. വലിയ തുടങ്ങി അവർ പിന്നെ നിയമത്തേക്ക് വന്നു. ഗോൾ പോസ്റ്റ് എവിടെയാണെന്ന് പറഞ്ഞിട്ട് എങ്കിലേ ഗോൾ അടിക്കാൻ പറ്റും. ജനപ്രതിനിധി കൂടിയായ രാഹുലിനെതിരെ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. ACP VS ദിനരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. DCP ദീപക് ദിൻകറിനാണ് മേൽനോട്ട ചുമതല. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ കേസിൽ അതിജീവിതയെ അധിക്ഷേപിച്ചും പ്രതിക്ക് പ്രതിരോധമൊരുക്കിയും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ. അതിജീവിത മുഖ്യമന്ത്രിയെ കണ്ടത് സ്റ്റോറി ഉണ്ടാക്കിയെടുക്കാനെന്നാണ് UDF കൺവീനർ അടൂർ പ്രകാശിന്റെ പരാമർശം. അതേസമയം രാഹുലിനെ കടന്നാക്രമിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ MP രംഗത്തെത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുന്നതിനിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നത് കോൺഗ്രസിനെ ഉലച്ചിട്ടുണ്ട്. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് ആവർത്തിച്ച് ഉന്നത നേതൃത്വം ഒഴിഞ്ഞുമാറുന്നതിൽ പാർട്ടി നേരിടുന്ന പ്രതിസന്ധിയുടെ തെളിവുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് കാലത്ത് വന്നുപെട്ട പരാതിയെ പ്രതിരോധിക്കാനുള്ള വ്യഗ്രതയിൽ അതിജീവിതയെ അധിക്ഷേപിക്കുന്നതാണ് കോൺഗ്രസിൽ നിന്നുള്ള കാഴ്ച. മുഖ്യമന്ത്രി വീട്ടിൽ ഈ ഇര പോയി, ആ ഇരയെ പറഞ്ഞു വിട്ടത് എങ്ങോട്ടാ? അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടു. ഇതെല്ലാം ഒരു സ്റ്റോറി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. ഇത്രയും കാലം പരാതി നൽകാതെ ഇപ്പോൾ പരാതി നൽകിയത് എന്തിനാണെന്ന ചോദ്യവുമായി പാലക്കാട്ടെ കോൺഗ്രസ് നേതൃത്വവും അതിജീവിതക്കെതിരെ തിരിഞ്ഞു. മാസങ്ങളായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്താണ് ഒരു പരാതിയായിട്ട് വരുന്നത്. എന്നാൽ ഇതിന് മുമ്പ് എത്രയോ മാസങ്ങളുണ്ടായിരുന്നില്ലേ? ഇത് ഇന്ന് സംഭവിച്ചിരുന്നല്ലോ. എന്തുകൊണ്ട് അപ്പോൾ വന്നില്ല? KPCCയുടെ മുൻ അധ്യക്ഷൻ MMS പോലുള്ള നേതാക്കളും മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിനെ വിമർശിക്കുന്നു. എന്നാൽ കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും ഈ സമീപനമില്ല. വടി കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അടി വാങ്ങിക്കുകയായിരുന്നു. വലിയ രാഷ്ട്രീയ ഭാവി ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വയം ആ ഭാവി ഇല്ലാതാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ നീക്കങ്ങളെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ നേരത്തെ തന്നെ നടപടിയെടുത്തിട്ടുണ്ടെന്നാണ് KPCCയുടെയും ഹൈക്കമാൻഡിന്റെയും നിലപാട്. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. നിയമപരമായി മുന്നോട്ട് പോകുന്നത് പൂർണ്ണമായിട്ടും നമ്മളെല്ലാം സ്വാഗതം ചെയ്യുകയാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പരാതി വന്നാൽ എടുക്കുന്ന നിയമത്തിൻ്റെ വഴിയിൽ തന്നെ പോട്ടെ. പീഡന പരാതിയിൽ അറസ്റ്റുണ്ടായാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ആവശ്യവും കോൺഗ്രസിന് മുന്നിലുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്തത് ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അറബിക്കടൽ ഇരമ്പി വന്നാലും എടുത്ത നിലപാടിൽ മാറ്റമില്ല. KPCC അധ്യക്ഷൻ നിലപാട് പറഞ്ഞതിനപ്പുറം ഒന്നും പറയാനില്ല. കൂടുതൽ ചോദ്യങ്ങൾക്ക് നോ കമന്റ്സ് എന്നും VD സതീശന്റെ മറുപടി. ബോധ്യങ്ങളിൽ നിന്നാണ് നിലപാടുകൾ എടുക്കണം. ബോധ്യങ്ങളിൽ നിന്ന് നമ്മുടെ കൺവിക്ഷനാണ്. അത് എൻ്റെ മാത്രമല്ല, നേതൃത്വത്തിൻ്റെ കൂട്ടായ തീരുമാനമാണത്. കൺവിക്ഷനാണത്. അത് ആൾക്കൂട്ടം പറഞ്ഞാൽ മാറില്ല. കേരളം മുഴുവൻ ഇരമ്പി വന്നാലും, ഞാൻ പറഞ്ഞു അറബിക്കടൽ പോലെ ഇരമ്പി വന്നാലും ബോധ്യങ്ങളിൽ നിന്നെടുത്ത തീരുമാനത്തിൽ മാറില്ല. അത് നിലപാടാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് നേരെ അതിക്രമം. ഡയാലിസിസ് ടെക്നോളജി 4ാം വർഷ വിദ്യാർത്ഥികൾക്ക് നേരെയാണ് അതിക്രമം ഉണ്ടായത്. നൈറ്റ് ഡ്യൂട്ടിക്കിടയിലാണ് ആക്രമണമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. വിദ്യാർത്ഥികൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് പരാതി നൽകി. അടിയന്തര സാഹചര്യത്തിൽ സെക്യൂരിറ്റി ജീവനക്കാരിൽ നിന്ന് സഹായം ലഭിച്ചില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. 12 hours ഡ്യൂട്ടി കഴിഞ്ഞ് 5:00-ക്കാണ് ഞങ്ങൾക്ക് കേസ് എല്ലാം കഴിയുന്നത്. അപ്പൊ റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ യൂണിറ്റിന്റെ അകത്തുള്ള റെസ്റ്റിംഗ് റൂമിൽ തന്നെ കിടക്കുമായിരുന്നു. ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് പോയി. അന്നേരം ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആരാന്നറിയത്തില്ല ഞങ്ങളെ കാലി വന്ന് വലിക്കുന്നത് കണ്ടിട്ട് അയാൾ വിടുന്നില്ലായിരുന്നു. ഞങ്ങൾ അവിടെ തന്നെ ബഹളം വെക്കുന്നു, അയാൾ അവിടെ തന്നെ നിൽക്കുന്നു. ഞങ്ങൾ ബഹളം വെച്ച് അയാൾ ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി, റെസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി. പക്ഷെ യൂണിറ്റിന്റെ അകത്തുണ്ടായിരുന്നു. ഞങ്ങൾ ബൈസ്റ്റാൻഡറാന്നും പറഞ്ഞ് ഞങ്ങൾ പുറത്ത് നിൽക്കുന്നു പറഞ്ഞ് ഇറങ്ങാൻ നേരം അയാൾ കസേരയൊക്കെ എടുത്ത് ഞങ്ങൾ അടിക്കാനായിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഉടനെ റെസ്റ്റ് റൂമിൽ കയറി റൂം ലോക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഡ്യൂട്ടി ടെക്നീഷ്യനെയും സിസ്റ്റർമാരെ എല്ലാം വിളിച്ച് അവര് കോൾ എടുത്ത് അവർ പോയി ബൈസ്റ്റാൻഡേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് വന്ന് അന്നേരം ഇയാൾ കത്രിക എടുത്തിട്ട് പുറത്തുള്ള ഡോറിൽ കൂടെ പോവാണ്ട് പുറകിലുള്ള ഒരു ഡോർ, അത് ഞങ്ങൾക്ക് പോലും ഇപ്പോഴും അറിയുന്ന അവിടെ ഒരു ഡോർ ഉണ്ടെന്നുള്ള കാര്യം. ആ ഡോറ് ആ പൂട്ട് പൊളിച്ച് അയാൾ അതിൽ കൂടെ ചാടാൻ നോക്കുക. എന്നിട്ട് പറയുക ബൈസ്റ്റാൻഡേഴ്സിനെ കണ്ടപ്പോൾ എന്റെ മക്കൾ അതിൻ്റെ അകത്ത് കിടപ്പോൾ അവരെ ഇറക്കി വിടുന്നുള്ള രീതിക്ക്. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി കർണാടക കോൺഗ്രസിലുണ്ടായ തർക്കം പരിഹരിക്കാൻ നാളെ ചർച്ച. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രി DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തും. രാവിലെ 9 മണിക്ക് മുഖ്യമന്ത്രിയുടെ വസതിയിലാണ് ചർച്ച. ദിവസങ്ങളായി നീണ്ടു നിൽക്കുന്ന തർക്കത്തിന് പരിഹാരം കാണാൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ചർച്ച. തനിക്കും DK ശിവകുമാറിനും അഭിപ്രായങ്ങളുണ്ടെന്നും എന്നാൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കുമെന്നും സിദ്ധരാമയ്യ. ಹೈಕಮಾಂಡ್ನವರು ನನ್ನ ಸ್ಟ್ಯಾಂಡ್ನಲ್ಲಿ ಏನು ಬದಲಾವಣೆ ಇಲ್ಲ. ಹೈಕಮಾಂಡ್ನವರು ಏನು ಹೇಳ್ತಾರೆ ಅದರ ಪ್ರಕಾರ ನಾನು ಕೇಳ್ತೀನಿ ಅಂತ ಹೇಳಿದ್ದೀನಿ.
തർക്കം പരിഹരിക്കാൻ ഇരു നേതാക്കളെയും ഹൈക്കമാൻഡ് ഡൽഹിക്ക് വിളിപ്പിച്ചിരുന്നു. ഇതിനു മുന്നോടിയായാണ് കൂടിക്കാഴ്ച. ഇതിൽ ഇരുവരും ധാരണയിലെത്തുമെന്നാണ് സൂചന. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് കർണാടകയിലെ തർക്കം പരിഹരിക്കാനാണ് ഹൈക്കമാൻഡ് നീക്കം. 24 ബംഗളൂരു. ഡിറ്റ്വ ചുഴലിക്കാറ്റ് ഞായറാഴ്ച കര തൊടാനിരിക്കെ തമിഴ്നാട്ടിലെ 4 ജില്ലകളിലും പുതുച്ചേരിയിലും നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ചെന്നൈ ഉൾപ്പെടെ 14 ജില്ലകളിലും കാരക്കലിലും ഓറഞ്ച് അലർട്ടാണ്. മൂന്ന് ജില്ലകളിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയാണ്. അണ്ണാമലൈ സർവകലാശാല നാളെ നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. രാമേശ്വരത്തേക്കുള്ള ട്രെയിനുകൾ മണ്ഡപത്ത് യാത്ര അവസാനിപ്പിച്ചു. ഓഖ എക്സ്പ്രസ് റദ്ദാക്കി. തിരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. പഞ്ചായത്തിലോട്ട് co-sponsored by വോക്കർ ധരിക്കൂ, നടന്നുകൊണ്ടേയിരിക്കൂ. പത്തനംതിട്ട അടൂർ നഗരസഭ 1-ാം വാർഡിൽ ഒരു വീട്ടു നമ്പറിൽ 226 പേർക്ക് വോട്ടെന്ന് ആരോപണം. തിരഞ്ഞെടുപ്പ് കമ്മീഷന് CPIM പരാതി നൽകി. വോട്ട് ചേർത്തിരിക്കുന്നത് പൊളിച്ചുമാറ്റിയ വീടിന്റെ പേരിലെന്ന് നേതാക്കൾ. നഗരസഭ 1-ാം വാർഡിലെ വോട്ടർ പട്ടികയിൽ അടിമുടി ക്രമക്കേടെന്നാണ് CPM ആക്ഷേപം. ഒരു വീട്ടു നമ്പറിൽ 226 പേർക്കാണ് വോട്ടർ പട്ടികയിൽ പേരുള്ളത്. വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരുടെ പേരുകളാണ് ഒരു വീട്ടു നമ്പറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാം വാർഡിലെ പൊളിച്ചുമാറ്റിയ വീടിന്റെ പേരിലാണ് വോട്ട് ചേർത്തതെന്നും വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്നും CPIM നേതാവ് PB ഹർഷകുമാർ. അടൂർ നഗരസഭയിലെ പുതുക്കിയ വോട്ടർ പട്ടിക 14-ാം തീയതിയാണ് ഇറങ്ങിയത്. ആ 14-ാം തീയതി പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടിക പരിശോധിച്ചപ്പം മുനിസിപ്പാലിറ്റിയിലെ 1-ാം വാർഡിൽ 1-ാമത്തെ വീട്ടു നമ്പറിൽ 226 വോട്ട്. വിവിധ ജാതി മതങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്ത സംസ്ഥാനങ്ങളിലുള്ളവർ ഒക്കെ ഉൾപ്പെട്ടതാണ് ഈ 1-ാം നമ്പർ വീട്ടിലെ 1-ാം വാർഡിലെ 1-ാം നമ്പർ വീട്ടിലെ ഈ 226 വോട്ടർമാരും. വോട്ടർ പട്ടികയിൽ കഴിഞ്ഞ കുറെ നാളുകളായി നടത്തുന്ന തിരിമറിയുടെ ഭാഗമാണ് ഇത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെയായിരുന്നു. കരട് വോട്ടർ പട്ടിക ഇറക്കിയപ്പോൾ തന്നെ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നതായും PB ഹർഷകുമാർ പറഞ്ഞു. എന്നാൽ അന്തിമ വോട്ടർ പട്ടികയിലും തെറ്റാവർത്തിച്ച സാഹചര്യത്തിൽ വീണ്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് CPIM തീരുമാനം. 24 പത്തനംതിട്ട. പാലക്കാട് ചെർപ്പുളശ്ശേരിയിൽ DYSP A ഉമേഷിനെതിരെ ആരോപണമുന്നയിച്ച് CI ജീവനൊടുക്കിയ സംഭവത്തിൽ യുവതിയുടെ മൊഴിയെടുത്തു. ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചതുപോലെ DYSP A ഉമേഷ് പീഡിപ്പിച്ചുവെന്ന് യുവതിയുടെ മൊഴി. ആരോപണങ്ങൾ നിഷേധിച്ച് ഉമേഷ് ഇന്നലെ രംഗത്തെത്തിയിരുന്നു. അനാശാസ്യത്തിന് അറസ്റ്റ് ചെയ്യപ്പെട്ട സ്ത്രീയെ പലവട്ടം DYSP പീഡിപ്പിച്ചെന്നാണ് ഈ മാസം 15-ന് പോലീസ് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പാലക്കാട് ചെർപ്പളശ്ശേരി CI ബിനു തോമസിന്റെ ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നത്. ഇത് ശരിവയ്ക്കുന്നതാണ് യുവതിയുടെ മൊഴി. വിഷയത്തിൽ പാലക്കാട് SP അജിത് കുമാർ സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയ റിപ്പോർട്ടിലാണ് മൊഴിയുടെ വിവരങ്ങളുള്ളത്. 2014-ൽ പാലക്കാട് സർവീസിലിരിക്കെ അനാശാസ്യ പ്രവർത്തനത്തിന് പിടിയിലായ സ്ത്രീയെ വീട്ടിലെത്തിച്ച് ഉമേഷ് പീഡിപ്പിച്ചുവെന്നും കേസ് ഒതുക്കി തീർക്കാമെന്ന് ഉറപ്പു നൽകിയെന്നും കുറിപ്പിലുണ്ട്. ഈ വിവരങ്ങൾ യുവതി സമ്മതിച്ചതായാണ് വിവരം. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ A ഉമേഷിനെതിരെ കേസെടുക്കണമെന്ന് നിർദ്ദേശമുണ്ടെന്നാണ് സൂചന. അതേസമയം പീഡനാരോപണം ഉയർന്നതോടെ ഉമേഷിനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. ആരോപണം ഉന്നയിച്ചത് രാഷ്ട്രീയ പാർട്ടിയല്ല, നിങ്ങൾ ആലോചിക്കണം. സ്വന്തം സഹപ്രവർത്തകനാണ്. ആ സഹപ്രവർത്തകന്റെ അതും ആത്മഹത്യക്കുറിപ്പിലാണ്. ആത്മഹത്യക്കുറിപ്പിൽ വന്നിരിക്കുന്ന കാര്യം ഏറെ ഗൗരവമുള്ളതല്ലേ. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെടുത്ത് ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണം. DYSPക്കെതിരെ കോൺഗ്രസ് നാളെ DGPക്ക് പരാതി നൽകും. 24 പാലക്കാട്. പ്രവചനങ്ങൾ കാറ്റിൽ പറത്തി രാജ്യത്തെ 2-ാം പാത GDP 8.2%. മൊത്തം ആഭ്യന്തര ഉൽപാദനം 6 പാദങ്ങളിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ്. ട്രംപിന്റെ തീരുവയ്ക്ക് സമ്പദ്വ്യവസ്ഥയിൽ പ്രഭാവമുണ്ടാക്കാനായില്ലെന്നത് ശ്രദ്ധേയമാണ്. റിസർവ് ബാങ്ക് ഈ പാദത്തിൽ പ്രവചിച്ചത് 7% വളർച്ചയാണ്. കഴിഞ്ഞ പാദത്തിലെ 7.8% എന്ന വളർച്ചാ നിരക്കിനേക്കാൾ വേഗത്തിലാണ് ഇത്തവണത്തെ പ്രകടനം. GST ഇളവിന്റെ നേട്ടം പൂർണ്ണമായും ലഭ്യമാകും മുൻപാണ് മികച്ച സാമ്പത്തിക വളർച്ച നേടിയിരിക്കുന്നത്. രാജ്യത്തെ വ്യാവസായിക സേവന മേഖലകളാണ് വളർച്ചയ്ക്ക് ചുക്കാൻ പിടിച്ചത്. പോയ വർഷം സമാന പാദത്തിൽ 5.6% വളർച്ച മാത്രമാണ് രേഖപ്പെടുത്തിയിരുന്നത്.
ഇടുക്കി മൂന്നാർ ആനച്ചാലിൽ സ്കൈ ഡൈനിങ്ങിൽ വിനോദസഞ്ചാരികൾ കുടുങ്ങി. 2 കുട്ടികൾ ഉൾപ്പെടെ 5 പേരാണ് 4.5 മണിക്കൂറോളം 120 അടി ഉയരത്തിൽ കുടുങ്ങിക്കിടന്നത്. അഗ്നിരക്ഷാസേനയുടെ സാഹസികമായ ഇടപെടലിൽ 5 പേരെയും സുരക്ഷിതരായി താഴെയിറക്കി. സ്കൈ ഡൈനിങ് നടത്തിപ്പുകാർക്ക് അനാസ്ഥയുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. വിശദമായ അന്വേഷണം നടത്താൻ ദേവികുളം തഹസിൽദാർ നിർദ്ദേശം നൽകി. ഉച്ചയ്ക്ക് 1 മണിക്കാണ് മഞ്ചേശ്വരം സ്വദേശികളായ മുഹമ്മദ് സഫ്വാൻ, ഭാര്യ തൗഫീന, 2ഉം 4ഉം വയസ്സുള്ള കുട്ടികൾ എന്നിവർ സ്കൈ ഡൈനിങ്ങിൽ കയറിയത്. തറയിൽ ഉറപ്പിച്ച ഹൈഡ്രോളിക് ക്രെയിൻ ഉയർത്തി അന്തരീക്ഷത്തിൽ നിർത്തുന്നതാണ് സ്കൈ ഡൈനിങ്. പതിവിലും കൂടുതൽ ക്രെയിൻ ഉയർത്തിയതോടെ റോപ്പുകൾ കുരുങ്ങി. നിശ്ചലമായ ക്രെയിൻ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ജീവനക്കാരി ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്ന 5 പേരെ രക്ഷപ്പെടുത്താൻ താഴെയുണ്ടായിരുന്നവർ ശ്രമിച്ചു. പിന്നീട് 1.5 മണിക്കൂറിന് ശേഷം ദേവികുളം സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് അഗ്നിരക്ഷാ സേനയെ വിവരമറിയിക്കുന്നത്. കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ടുവന്നു, മറ്റുള്ളവരെ സേഫ്റ്റി ഹാർനസ് ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ മുകളിൽ അവർ എന്താ സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു അപകടാവസ്ഥയൊന്നും കണക്കാക്കാൻ കഴിയില്ല. അതിനെ കാണുമ്പോൾ തന്നെ പേടിയാവും. ഇതിന്റെ മുകളിലേക്ക് എങ്ങനെയാണ് ഈ റോപ്പ് ഉപയോഗിച്ച് കയറിയത്? അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമല്ലേ, നമ്മുടെ പണിയല്ലേ. മൂന്നാറിൽ നിന്നും അടിമാലിയിൽ നിന്നുമുള്ള ഫയർഫോഴ്സ് സംഘം 1.5 മണിക്കൂർ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിതമായി താഴെ ഇറക്കിയത്. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങളും ലൈസൻസും ഇല്ലാതെയാണ് സദേൺ സ്കൈസ് എയ്റോ ഡൈനാമിക്സ് എന്ന സംരംഭം പ്രവർത്തിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നിലവിലുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ ദേവികുളം തഹസിൽദാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 ഇടുക്കി. മുനമ്പത്ത് ഭൂമിയുടെ റവന്യൂ അവകാശങ്ങൾക്കായി ഭൂസംരക്ഷണ സമിതി നടത്തുന്ന സമരം അവസാനിപ്പിക്കാൻ തീരുമാനം. ഭൂനികുതി താൽക്കാലികമായി സ്വീകരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് പിന്നാലെയാണ് ഇന്ന് ചേർന്ന കോർ കമ്മിറ്റിയിൽ സമരം അവസാനിപ്പിക്കാൻ തീരുമാനമായത്. ഔദ്യോഗിക പ്രഖ്യാപനം മറ്റന്നാൾ ഉണ്ടാകും. മന്ത്രി പി രാജീവ് മറ്റന്നാൾ സമരപ്പന്തലിലെത്തും. 413 ദിവസമായി തുടരുന്ന സമരമാണ് അവസാനിപ്പിക്കുന്നത്. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ 250ഓളം കുടുംബങ്ങളാണ് കുഴിപ്പിള്ളി, പള്ളിപ്പുറം വില്ലേജുകളിലായി കരമടച്ചത്. ശബരിമല മേൽശാന്തിയുടെ മുറിയിലെ നെയ് വിൽപ്പന തടഞ്ഞ ഹൈക്കോടതി. ദേവസ്വം ബോർഡിന്റെ കൂപ്പൺ എടുത്ത് വേണം നെയ്യഭിഷേകം നടത്താൻ. മറ്റു രീതികൾ അംഗീകരിക്കാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. 100 രൂപയ്ക്ക് സഹശാന്തിമാർ നെയ് വിൽപ്പന നടത്തുന്നതായി സ്പെഷ്യൽ കമ്മീഷണർ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇത് പരിഗണിച്ചാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ ഇടപെടൽ. ശബരിമലയിൽ നൽകുന്ന തേനിന് FSSAI സർട്ടിഫിക്കേഷൻ നിർബന്ധമാണെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. എറണാകുളം കളമശ്ശേരിയിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റിയതിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിച്ചു. ട്രെയിനുകൾ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വൈകി. അപകടമുണ്ടായത് ഷണ്ടിങ്ങിനിടെ ബാരിക്കേഡ് മറികടന്ന ട്രെയിൻ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. പത്തനംതിട്ട അടൂർ നഗരസഭ 1-ാം വാർഡിൽ ഒരു വീട്ട് നമ്പറിൽ 226 പേർക്ക് വോട്ടെന്ന ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി CPIM. തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ അവധി അനുവദിക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ്. സ്വന്തം ജില്ലയ്ക്ക് പുറത്ത് ജോലിയുള്ളവർക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേക അനുമതി നൽകണമെന്നും ഉത്തരവിൽ. പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈ കൊളംബോ ഇൻഡിഗോ വിമാനം ലാൻഡ് ചെയ്യാനായില്ല. ചെന്നൈയിൽ നിന്ന് കയറിയവരെ കോയമ്പത്തൂരിൽ ഇറക്കിയതോടെ യാത്രക്കാർ ബുദ്ധിമുട്ടിൽ. കൊല്ലം പുനലൂർ വെട്ടിത്തിട്ടയിൽ KSRTC ബസും മിനി ഫ്രീസർ വാനും കൂട്ടിയിടിച്ച അപകടം. 12ഓളം പേർക്ക് പരിക്കേറ്റു. മലപ്പുറം ഒതായി മനാഫ് കൊലപാതക കേസിൽ 1-ാം പ്രതി മാലങ്ങാടൻ ഷെഫീഖ് കുറ്റക്കാരൻ. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിച്ചത്. കേസിൽ 3 പേരെ വെറുതെ വിട്ടു. മുൻ MLA PV അൻവറിന്റെ സഹോദരിയുടെ മകനാണ് മാലങ്ങാടൻ ഷെഫീഖ്. നാളെയാണ് ശിക്ഷാവിധി. 3 പേരെ വെറുതെ വിട്ട നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് മനാഫിന്റെ പിതൃ സഹോദരൻ പ്രതികരിച്ചു. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഹൈക്കോടതിയും മറ്റ് വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട 3 പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ്. ഇനിയും അക്കാര്യത്തിൽ ഞങ്ങൾ അസംതൃപ്തി, ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്നുള്ളതിൽ ഞങ്ങൾ നടത്തും.
ആലപ്പുഴ അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ തകർന്നുണ്ടായ അപകടത്തിൽ കരാർ കമ്പനിക്കെതിരെ നടപടിയുമായി ദേശീയപാത അതോറിറ്റി. കരാറിൽ ഏർപ്പെടുന്നതിൽ നിന്ന് അശോക ബിൽഡ്കോണിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തി. കമ്പനിക്കെതിരായ വിദഗ്ധ സമിതി അന്വേഷണം പൂർത്തിയാകുന്നതുവരെയാണ് വിലക്ക്. NH-66 അരൂർ മുതൽ തുറവൂർ വരെയുള്ള 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണത്തിനിടെയുണ്ടായ അപകടത്തെ തുടർന്നാണ് കരാർ കമ്പനിക്കെതിരെ ദേശീയപാത അതോറിറ്റിയുടെ നടപടി. നിലവിലോ ഭാവിയിലോ ഏർപ്പെടാനൊരുങ്ങുന്ന കരാറിൽ നിന്നാണ് അശോക ബിൽഡ്കോണിന് താൽക്കാലിക വിലക്ക് ഏർപ്പെടുത്തിയത്. വിദഗ്ധ സമിതിയുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെയാണ് നിലവിലെ വിലക്ക്. അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ദേശീയപാത അതോറിറ്റി സൂചന നൽകി. നടപടിക്ക് പിന്നാലെ ഓഹരി വിപണികളിലും കരാർ കമ്പനിക്ക് കാര്യമായ ഇടിവുണ്ടായി. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ പിക്കപ്പ് വാനിന് മുകളിലേക്ക് ഗർഡർ വീണാണ് അപകടമുണ്ടായത്. അപകടത്തിൽ വാൻ ഡ്രൈവർ മരിച്ചിരുന്നു. നിർമ്മാണ സമയത്ത് റോഡ് ഗതാഗതം നിയന്ത്രിച്ചിരുന്നുവെന്നും അത് മറികടന്നെത്തിയ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എന്നതുമായിരുന്നു കരാർ കമ്പനിയുടെ വിശദീകരണം. എന്നാൽ കൃത്യമായ സുരക്ഷ ഒരുക്കിയില്ലെന്നും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് അരൂർ പോലീസ് കമ്പനിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. 24 ഡൽഹി. ഡൽഹി സ്ഫോടനവുമായി ബന്ധപ്പെട്ട് വൈറ്റ് കോളർ സംഘത്തിലെ ഡോക്ടർ ഷഹീൻ ഷാഹിദിനെതിരെ ഫരീദാബാദിലെത്തിച്ച NIA ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നടപടി. വൈറ്റ് കോളർ സംഘത്തിന് ജമ്മു കശ്മീർ പോലീസ് അന്വേഷിക്കുന്ന ഭീകര സംഘവുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി. ഡൽഹി സ്ഫോടന കേസിലെ പ്രതിയും വൈറ്റ് കോളർ ഭീകര സംഘാംഗവുമായ വനിതാ ഡോക്ടർ ഷഹീൻ ഷഹീദിനെ ഇന്ന് രാവിലെയാണ് അന്വേഷണ സംഘം ഫരീദാബാദിൽ എത്തിച്ചത്. അൽഫല സർവകലാശാലയിൽ എത്തിച്ച് ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തും. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അന്വേഷണ ഉദ്യോഗസ്ഥർ ഡോക്ടർ ഷഹീനെ ലക്നൌവിലേക്കും കാൺപൂരിലേക്കും കൊണ്ടുപോകും. അറസ്റ്റിലായ 7 പ്രതികളെയും ലക്നൌ, കാൺപൂർ, സഹരൻപൂർ, ഫരീദാബാദ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിലേക്ക് NIA കൊണ്ടുപോകും. ഈ 5 നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് വൈറ്റ് കോളർ സംഘം പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. വൈറ്റ് കോളർ സംഘത്തിന് സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം നൽകിയ മറ്റാളുകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചതായി ഏജൻസി വൃത്തങ്ങൾ അറിയിച്ചു. കേസുമായി ബന്ധപ്പെട്ട ശ്രീനഗറിലെ വിവിധയിടങ്ങളിൽ ജമ്മുകശ്മീർ പോലീസ് കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയിരുന്നു. ഡിജിറ്റൽ ഉപകരണങ്ങൾ, രേഖകൾ, മറ്റു വസ്തുക്കൾ എന്നിവ പരിശോധിച്ചതായും ചില തെളിവുകൾ ലഭിച്ചതായും പോലീസ് അറിയിച്ചു. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.